ഹലോ അസ്സലാമലൈക്കും. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ടൊന്ന് കാണാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ ജൈവ രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ കൊലയായിട്ട് തന്നെ കായ്കൾ ഉണ്ടാവാൻ, അതുപോലെ മറ്റൊരു ചെടി നല്ല കുരുടിപ്പൊക്കെ മാറി വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഇപ്പോൾ പൂക്കളും കായ്കളൊക്കെ തിങ്ങി നിറഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ചെടി നല്ല കൊലയായിട്ട് നിൽക്കുന്നുണ്ട്, മറ്റൊരു ചെടി ഇവിടെ കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ മറ്റുള്ള മുളകുകളും വഴുതനയും തക്കാളിയും ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ കുത്തി കായകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ടുള്ള നല്ല ടിപ്സുകൾ മാത്രമേ ഞാനിവിടെ ഈ ഒരു ചാനലിൽ കാണിക്കാറുള്ളൂ കേട്ടോ. നമ്മൾ പുറത്ത് നിന്ന് പൈസ കൊടുത്തിട്ട് യാതൊരു വളവും നമ്മുടെ പച്ചക്കറികളിൽ ഉപയോഗിക്കാറില്ല. അതുപോലെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണോ വേസ്റ്റാക്കി കളയുന്നത് അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ വിളവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം അത് ഒരു സാധാരണ വിളവ് അല്ല, നല്ല രീതിയിൽ കൊലയായിട്ട് തന്നെയല്ല വിളവ് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ എല്ലാത്തിനും തന്നെ. അപ്പം അതിനായിട്ടുള്ള വിത്തുകളും തന്നെ ഞാൻ പുറത്ത് നിന്നൊന്നും വിത്തുകൾ വാങ്ങാറില്ല. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന മുളക് വെച്ചിട്ട് അങ്ങനെ വിത്തുകൾ തയ്യാറാക്കും. മുളകായാലും വഴുതനയായാലും നമ്മൾ കടയിൽ നിന്നും കറി വെക്കാൻ വാങ്ങുന്നതിൽ ഏറ്റവും മൂത്തതായിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ അതുപോലെ തന്നെ എടുത്തിട്ട് പാകും. അത് കിളിച്ച് വരുമ്പോൾ നല്ല റിസൾട്ടായിട്ടുള്ള നല്ലൊരു വിത്ത് ഗുണമുള്ള ഒരു ചെടിയായിട്ട് തന്നെ നമുക്കത് കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ വഴുതനയാണ് ഞാൻ മറ്റൊരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വഴുതന വീണ്ടും ഇതുപോലെ കൊലയായിട്ട് തന്നെ നിറഞ്ഞ് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുമ്പ് ഞാനിതിൻ്റെ തണ്ടോട് കൂടിയിട്ട് നിറഞ്ഞ് കൊലച്ച് നിൽക്കുന്ന ഒരു വീഡിയോ കാണിച്ചിരുന്നു കേട്ടോ. അപ്പോൾ വഴുതനയൊക്കെ ഞാനിതിൽ നിന്ന് വിളവെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതാ മറ്റൊരു വഴുതന ചെടിയാണ്. അപ്പോൾ ഇതിനൊന്നും ചെടിക്ക് അത്ര ഈ കായിനെ താങ്ങാനുള്ള ഒരു ആരോഗ്യമൊന്നുമില്ല കേട്ടോ. അത്രക്കും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അതിലൊക്കെ വഴുതന പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങളതിന് വളം കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് തയ്യാറാക്കി വെച്ചിട്ടുള്ള വളം എന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ മുഷിച്ചിലൊന്നും തോന്നണ്ട. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ വീട്ടിലുള്ള എല്ലാവിധ വേസ്റ്റാക്കി കളയുന്ന ധാന്യപ്പൊടികൾ, അതായത് നമ്മുടെ ഗോതമ്പിൻ്റെ പൊടി, മറ്റുള്ള എന്തൊക്കെയാ തരത്തിലുള്ള പൊടികളാണോ നമ്മൾ നഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന അമ്മമാർക്കുള്ള പോഷകപ്പൊടി, അതുപോലെ തന്നെ അമൃതപ്പൊടികൾ, അങ്ങനെയുള്ള പൊടികളൊക്കെ ബാക്കി വരുന്ന എല്ലാ പൊടികളും ഞാനിതിൽ പല ടൈമുകളിലായിട്ട് ഇതിൽ ഇട്ട് വെച്ചിട്ടാണ്. അതൊന്നും തന്നെ തൊടിയിൽ വെറുതെ കൊണ്ടിട്ട് കളയാതെ കുറച്ചേ ബാക്കിയുള്ളൂ. ഇനിയിപ്പോൾ രാഗിയുടെ പൊടിയാണെങ്കിലും അതല്ലെങ്കിൽ പൂത്തു പോകുന്ന നമ്മൾ എന്ത് ധാന്യവർഗ്ഗങ്ങളാണെങ്കിലും നമുക്ക് ഇതിലിട്ട് വെക്കാം. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ പറിച്ച് കളയുന്ന പുല്ലായിട്ടുള്ള എന്ത് തന്നെയാണെങ്കിലും നമുക്കിതിലിട്ട് വെക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റുകൾ, പച്ചക്കറി വേസ്റ്റുകളൊക്കെ നമുക്ക് ഇതിലിട്ട് വെക്കാം. ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ ആവശ്യാനുസരണം അതുപോലെ സ്ലറികൾ എടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡയലൂട്ട് ചെയ്ത് നമ്മുടെ ചെടികളിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചധികം ഒരു 5-6 ഇരട്ടി വെള്ളം എടുക്കുക. ഇനി അത് 10 ഇരട്ടി ആയാലും വലിയ കുഴപ്പമില്ല. അളവിൽ കുറയാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് അത് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് അതവിടെ ഇരിക്കട്ടെ. ഞാൻ നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെടികളൊക്കെ ഒന്ന് നമുക്ക് നനച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ നനച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചെടിയുടെ ഇലയിലും തണ്ടിലൊക്കെ നല്ല രീതിയിൽ തന്നെ 2-3 മിനിറ്റ് നമ്മൾ നല്ല രീതിയിലൊന്ന് വെള്ളം അടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം എല്ലാവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാത്തവർക്ക് ചെടിയേക്കാൾ ഇമ്പോർട്ടൻറ്റ് വെള്ളം തന്നെയാണ് കേട്ടോ. വെള്ളം എല്ലാ സമയത്ത് മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യാറ്. നമുക്ക് സ്വന്തമായിട്ട് കിണറൊന്നും ഇല്ല കേട്ടോ. അയൽവക്കത്തു നിന്ന് ഉള്ള വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. കൊടുവേനലായാലും നമ്മൾ ഈ ചെടികളൊക്കെ നശിച്ചു പോട്ടോ. പിന്നെ വീണ്ടും ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ ചെടിയൊക്കെ നനച്ച് കൊടുത്തതിൻ്റെ ശേഷം ഞാനിതാ നമ്മുടെ ഈ ഒരു സ്ലറി ഇതുപോലെ ഒഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വഴുതനയിലും വെണ്ടയിലും തക്കാളിയിലും പയറിലാണെങ്കിലും മുളകിലാണെങ്കിൽ എല്ലാവിധ പച്ചക്കറികൾക്കും ഇത് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് നിങ്ങൾ എത്ര കായ്ക്കാതെ നിൽക്കുന്ന ഒരു ചെടിയാണെങ്കിൽ അതിൻ്റെ മുരടി കൊണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അത് നശിച്ചു പോകാറായൊരു ചെടിയാണെങ്കിൽ പോലും അത് അതിൻ്റേതായ ഒരു റിസൾട്ട് നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതെല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൊന്ന് അറിയിക്കും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ തക്കാളി ചെടികളും കാര്യങ്ങളൊക്കെ മുളക് തക്കാളി ഇങ്ങനെയുള്ളതൊക്കെ കായ്ച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇത്ര മാത്രമുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ വഴുതന ചെടിയിലും ഇതൊക്കെ തന്നെ നല്ല രീതിയിൽ പൂക്കളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇതേപോലെ നല്ല രീതിയിൽ നനച്ച് കൊടുക്കുക, ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ